എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുനെറ്റിക്കല്ലുമലയിലുള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ അതിമനോഹരമായ സ്ഥലമാണ് ഇത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു മലയുടെ ഏറ്റവും മുകളിലാണ് ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 2300 അടി മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഒറ്റ ഫ്രെയിമിൽ തന്നെ കേരളവും കേരളവും കർണാടകമൊക്കെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഇത്. ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഈ കാണുന്ന മലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് നേരത്തെ പരിശ്രമമുണ്ട്. ഒരുപാട് നേരത്തെ ട്രക്കിങ്ങിന് ശേഷമാണ് ഇവിടെ എത്തിപ്പെടേണ്ടത്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്ന ചെറിയ റോഡിലൂടെയാണ് തിരുനെറ്റിക്കല്ലുമലയിലേക്ക് പോകേണ്ടത്. പോകുന്ന വഴിക്കൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ നോക്കിയാൽ ഈ തിരുനെറ്റിക്കല്ലുമലേൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം കാണാൻ പറ്റും. ആ കാണുന്നതാണ് തിരുനെറ്റിക്കല്ലുമല. അവിടേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ കാണുന്ന മലനിരൻ്റെ ഏറ്റവും മുകളിലാണ് തിരുനെറ്റിക്കല്ലുള്ളത്. ഇവിടെ നോക്കി കാണാൻ പറ്റും. ആ കുരിശൊക്കെ അവിടെ കാണാൻ പറ്റും. ഇത്തിരി ഹൈറ്റിലേക്ക് ഇനിയും പോകാനുണ്ട്. തിരുനെറ്റിക്കല്ല് വ്യൂ പോയിന്റ്. ഇവിടെ വണ്ടി വെച്ചിട്ട് ഇനി ആ റോഡിലൂടെ നടക്കണം. ഇതുപോലുള്ള റോഡിലൂടെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഒരുപാട് കയറ്റം കയറാനുണ്ട്. ഇനി അങ്ങനത്തോളം ഇതുപോലത്തെ റോഡ് തന്നെ ആയിരിക്കും. ഇനി താഴത്തെ റോഡ് വരാൻ സാധ്യത കുറവാണ്. ഇവിടെ നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ. അങ്ങ് ദൂരെ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങ് ദൂരെ എന്തോ പണിയെടുക്കുന്നുണ്ട്. അവിടെ എന്തോ മൈനിങ്ങാ ഇതിലേക്ക് എന്തോ കൺസ്ട്രക്ഷനായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ജീപ്പും ഓഫ് റോഡ് ബൈക്കൊക്കെ വരും കേട്ടോ. ട്രക്കിങ് ഇഷ്ടപ്പെടാത്തവർ അങ്ങനെ വരുന്നതായിരിക്കും നല്ലത്. ഈ തിരുനെറ്റിക്കല്ലുമലയിലേക്ക് ആർക്കും ഏത് സമയം വരാൻ പറ്റും. സോളോ ട്രിപ്പായാലും കുഴപ്പമില്ല. അത് അത്ര വലിയ റിസ്ക് ഒന്നുമില്ലാത്തൊരു ഏരിയയാണ്. അധികം പോപ്പുലർ അല്ലാത്ത ഒരു ഏരിയയാണ്. അധികം ആൾക്കാരുണ്ടാവില്ല. പിന്നെ വെച്ചാൽ വന്യജീവികളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങോട്ടെന്തോ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു ഒച്ച കേട്ടത്. ഇവിടെ 2 സൈഡിലേക്ക് റോഡ് പോകുന്നുണ്ട്. വലത്തോട്ടേക്ക് കുത്തനെയുള്ള ഒരു കയറ്റമാണ്. പിന്നെ അടുത്തോട്ടൊക്കെ ഉള്ള ഒരു റോഡാണ്. അത് അത്യാവശ്യം കയറ്റമുണ്ട്. പിന്നെ ദൂരെ അങ്ങ് ആ പാറ കാണാൻ പറ്റും. മിക്കവാറും അടുത്തോട്ടേക്ക് പോകേണ്ടി വരിക. ഇവിടെ പഴയ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഒറ്റപ്പെട്ട സ്ഥലമല്ലേ. എന്താ ആ കാണുന്നതാണ് പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങൾ. ഏതായാലും ഈ റോഡിലൂടെ തന്നെ നടക്കാം. അടുത്ത സൈഡിലുള്ള റോഡിലൂടെ നടക്കാം. നേരത്തെ കണ്ട 2 റോഡും എത്തിപ്പെടുന്നത് ഒരേ റോഡിലേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ എന്തിനാണ് 2 റോഡ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെയും പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി ഒരുപാട് ദൂരത്തേക്ക് നടക്കണം കേട്ടോ. ഇത്തിരി ഹൈറ്റിലേക്ക് നടക്കണം. ഈ കാണുന്ന സ്ഥലത്തൊക്കെ പശുവിൻ്റെ ഫാമൊക്കെ ഉണ്ട്. അതൊക്കെ നടത്തിക്കുന്നത് ഹിന്ദിക്കാരാണ്. പിന്നെ ഇവിടെ 2 കുണ്ടുണ്ട് വെള്ളം കെട്ടി കിടക്കുന്നത്. അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ശബ്ദം കേൾക്കുന്നത് മോട്ടറിൻ്റെ ആയിരിക്കുന്നില്ല, മോട്ടറിൻ്റെ ആണ്. ഇപ്പം വളഞ്ഞും പൊളഞ്ഞുള്ള റോഡിലേക്ക് എത്തി. അവിടെ ഒരു പഴയൊരു കെട്ടിടമുണ്ട്. ഇനി ഒരുപാട് ദൂരത്തേക്ക് നടക്കണം. ഇനിയും കുറേ നടക്കാനുണ്ട്. ഇവിടുന്ന് കാണാൻ പറ്റും ആ പാറക്കല്ല്. ഏതാണ്ട് ഒരു 400 മീറ്റർ നടക്കേണ്ടി വരും. എനിക്കൊന്ന് അങ്ങോട്ടേക്ക് നല്ല ഫോറസ്റ്റ് ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ കല്ല് കാണുമ്പം ഈ കല്ലൊക്കെ കാണുന്നത് ഒരു അതിർത്തിയാണ്. ഈ ഫോറസ്റ്റുകാർ വെക്കുന്ന അതിർത്തിയായിരിക്കും. അതിന് ശേഷമായിരിക്കും നല്ല ഫോറസ്റ്റ് ഉണ്ടാവുക. ആ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയിരിക്കും. അതുപോലെ നല്ലൊരു വീട് കാണാൻ പറ്റും. വീടല്ല, ഒരു ബിൽഡിങ്ങാണ്. എന്ത് ബിൽഡിങ്ങെന്ന് അറിയില്ല. എങ്ങോട്ട് നടക്കണ്ടേന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. വലത്തോട്ടേക്ക് റോഡുണ്ട്, ഇടത്തോട്ടേക്ക് റോഡുണ്ട്. എനിക്കൊന്ന് അങ്ങോട്ട് ഒരു പള്ളീൻ്റെ ഭാഗമാണ് വന്നത്. ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്.
മിക്കവാറും ഈ റോഡ് തന്നെ ആയിരിക്കും. ആ കുത്തനെയുള്ള കയറ്റാണ്. ഇവിടെ ഒരു ഒറ്റപ്പെട്ട ബിൽഡിംഗ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പരിസരത്തേക്ക് നടക്കാം. അങ്ങോട്ടേക്കും റോഡുണ്ട്. എന്ത് ബിൽഡിങ്ങാണെന്ന് അറിയില്ല, എന്നാലും കണ്ടു നോക്കണമല്ലോ. ആൾത്താമസമില്ലാത്ത ബിൽഡിങ്ങാണ് തോന്നുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റി ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു പെട്ടി പോലെ സാധനമുണ്ട്. എനിക്കൊന്നും ഇതൊരു വണ്ടീൻ്റെ എന്തെങ്കിലും ഭാഗമാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. അങ്ങോട്ടേക്ക് പോയാലേ എവിടെ എത്തുക? ഇങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു വീട് പോലെ ഉണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നമ്മളെ തിരുനെറ്റി കല്ലുമല കാണാൻ പറ്റും. ഈ സ്ഥലമല്ലേ ഇത്? എങ്ങോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഗൂഗിൾ മാപ്പ് നോക്കിയത്. ഗൂഗിൾ മാപ്പ് പറയുന്നത് ഈ വഴി തന്നെയാണ്. മറ്റേ ഒരു റോഡും കൂടി ഉണ്ട്, മറ്റൊരു വഴിയും കൂടി ഉണ്ട്. ആ വഴിയിലൂടെ പോയാൽ അങ്ങോട്ടേക്ക് എത്തും. പക്ഷേ നല്ല കുത്തനെയുള്ള കയറ്റാണ്. ഇവിടെയാണ് കുറച്ചും കൂടി എളുപ്പം തോന്നുന്നു. ഇവിടെ നിൽക്കുമ്പോഴും നല്ല അടിപൊളി വ്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് മലനിരകളൊന്നും കാണാൻ പറ്റുന്നില്ല. വൈകുന്നേരമാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് കിളികളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി പോകേണ്ടത് അത്യാവശ്യം നല്ല കാടിലൂടെയാണ് കേട്ടോ. രണ്ടു വശത്ത് നല്ല ചുറ്റപ്പെട്ട കാടാണ്. വലിയ കാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു മരമുണ്ട്. ആ മരത്തിന് നല്ല അടിപൊളി പൂവുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ മരത്തിൻ്റെ ഇല കാണാൻ വേണ്ടിയിട്ട് തേക്കിൻ്റെ ഇല പോലെ അല്ലെങ്കിൽ ഉപ്പില പോലെയൊക്കെ ഉണ്ട്. ഈ മരത്തിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വെൽവെറ്റ് പോലെയുണ്ട്. ഇങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ചുരം കയറുന്ന പോലെയാണ് ഉണ്ടാവുക. ഓരോ ഹെയർ പിന്ന് പോലെ കാണാൻ പറ്റും. 1-2 ഹെയർ പിന്ന് കഴിഞ്ഞു, ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഇവിടെ ഒരു ഇല പൊഴിഞ്ഞൊരു മരമുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാനിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാണ്ട് ഒരു 200 മീറ്ററോളം നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. ഇവിടെ ഈ സമയത്ത് നല്ല വീശിയടിക്കുന്ന കാറ്റുണ്ടാവും. പിന്നെ മാത്രമല്ല ഒരുപാട് പക്ഷികളൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഇപ്പം മല കയറുന്നതുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. നല്ല കിതപ്പുണ്ട്, അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മരമുണ്ട്. എല്ലാ ഇലകളും പൊഴിഞ്ഞതിന് ശേഷം വീണ്ടും തളുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഏതാണ്ട് തിരുനെറ്റിക്കല്ലിൻ്റെ അടുത്തെത്തി. ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു കടന്തലാകുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനാ. ഇവിടുന്ന് ഒരുപാട് കയറാനുണ്ട്, ഏതാണ്ട് ഒരു 100 മീറ്ററോളം ഉണ്ടാവും. അത്യാവശ്യം നല്ല കുത്തിനുള്ള കയറ്റാണ്. ഇവിടെ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ വെൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞു. എനിക്കൊന്നും എന്തോ ഒരു ഹാളാണ് തോന്നുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ നിന്നൊക്കെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്ന മലയൊക്കെ ഞാൻ മുമ്പ് പോയ കൊട്ടത്തലിച്ച് മലയാണ്. പിന്നെ വെയിലായതുകൊണ്ട് ഇങ്ങനെ വ്യക്തമായിട്ട് കാണുന്നില്ല. ഇവിടെ വലിയൊരു പാറയുണ്ട്, ഇനി അങ്ങോട്ടേക്ക് വഴിയില്ല. ഇതിൻ്റെ മുകളിലായിട്ട് തിരുനെറ്റി കല്ലുമലേൻ്റെ പാറ കാണാൻ പറ്റും, ആ കുരിശൊക്കെ കാണാൻ പറ്റും. ഇനി അങ്ങോട്ടേക്ക് വഴിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നടന്ന് എവിടെയോ എത്തിപ്പോയി ഗൈസ്. ഇങ്ങോട്ട് ഈ വഴിയല്ല ഞാൻ വരേണ്ടത്, എനിക്ക് വഴി തെറ്റിപ്പോയി. ഇനി അങ്ങോട്ട് പോകാൻ വഴി വേറെയില്ല. നേരത്തെ ഒരു പള്ളി പോലത്തെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അവിടുന്ന് അടുത്തോട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. ഇനി ഒരുപാട് നടക്കണം. നടന്ന് ഒരുപാട് ക്ഷീണിച്ചു പോയി. ഇവിടെയാണ് ഒടുക്കത്ത് വെയിലും. ഏതായാലും തിരിച്ചു നടക്കാം, വേറെ വഴിയില്ല. ഞാനിപ്പോൾ തിരിച്ച് നടക്കുമെന്ന്. നല്ല ഇറക്കമുണ്ട്, കയറി ഇതുപോലെ എളുപ്പത്തിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധയോടെ ഇറങ്ങണം, അല്ലെങ്കിൽ ഞാൻ സ്ലിപ്പായിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരുപാട് പോകാണ്ട് ഗൈസ്. ഒന്നാമത് വഴി തെറ്റിയുള്ള അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ വളരെ സൂക്ഷിച്ചിറങ്ങുന്നു. അഥവാ കാലൊന്ന് സ്ലിപ്പായാൽ പോക്ക കാര്യം. ഇവിടുന്നാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ല,
പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനും ആർക്കും വലിയ റിസ്ക് ആയിരിക്കും. ഇപ്പം വഴി തെറ്റിയുള്ള അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് ഗൈസ്. കാരണം വെച്ചാൽ വല്ലാത്തൊരു ടെൻഷനായിരിക്കും, വല്ലാത്ത ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ശരീരമായാലും മനസ്സായാലും തളർന്നു പോകും. പക്ഷെ എന്നാലും ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നാണ് നേരായ വഴിയെക്കാട്ടി നല്ല ഒരുപാട് അനുഭവങ്ങൾ തരുന്നത് നമ്മളെ തെറ്റിക്കുന്ന വഴിയായിരിക്കുന്നു. അത്രയും ഫിലോസഫിയാണ് നമ്മൾ എൻ്റെ ഊർജ്ജം. ഏതായാലും ഒരുപാട് നടക്കാനുണ്ട്. ഒന്നാമത് ഉച്ച സമയത്താണ് നല്ല വെയിലും ഉണ്ടാവും. ഞാൻ പിന്നെ വേറെ വെള്ളമൊന്നും കരുതിയിട്ടില്ല. ഇനി മറ്റേ മലേൻ്റെ തിരുനെറ്റി കല്ലുമലേൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നുള്ള സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് വേണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് പോവാം. ഇവിടെ ഒരു പാറയുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ശവക്കല്ലാന്ന് തോന്നിപ്പോയി. ഇതാണെന്ന് തോന്നുന്നു ശരിയായ വഴി. ഇതും കൂടി തെറ്റിയാൽ പിന്നെ വല്ലാത്തൊരു ശോകാവസ്ഥയിലായിരിക്കും ഗൈസ്. ഞാൻ വെറുതെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് എളുപ്പത്തിൽ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് മറ്റൊരു വഴി തേടിപ്പോയത്. ആ പോയത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. വെറുതെ എന്തിനീ 1-2 വഴിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് മനസ്സിലാകുന്നില്ല. അവിടെയാണെങ്കിൽ ഒന്നും കാണാനില്ല. ഒരു ബിൽഡിങ് അങ്ങോട്ട് വരുന്നുണ്ട്. അതല്ലാതെ അല്ലെങ്കിൽ സൈൻ ബോർഡ് വെക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ സ്ഥലം കാണിച്ചു തരിക. ഇതൊന്നുമില്ല. എന്താ മോനെ, എന്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാ നോക്കിയാൽ. മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. ആ സ്ലിപ്പായി എനിക്ക് എന്താ എത്ര താഴേക്ക് നമ്മൾ പതിക്കും നോക്കിയാൽ. സൂക്ഷിച്ച് നടക്കണം, ഇല്ലെങ്കിലും ആകെ ബുദ്ധിമുട്ടായി പോകും. ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ പാറകളും ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന മരം നോക്കിയാൽ എന്ത് നല്ല രസമാണ്. ഈ സിനിമയിലും ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെയുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ അവിടെ ഇരിക്കാണ്ടിരിക്കാൻ കഴിയില്ല. അത്രയും നല്ല ഒരു വൈബുള്ള സ്ഥലമാണിത്. ദൈവമേ, എന്ത് നല്ല രസം. എന്ത് മരമാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എൻ്റെ പുറകെ കാണുന്ന മരം നോക്കിയാൽ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. ഇവിടെ ഇരിക്കാനും നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്, മൊത്തത്തിൽ നല്ല വൈബാണ് കേട്ടോ. നമ്മളൊരു ഈ സിനിമയിലും നമ്മളെ കാർട്ടൂണിലൊക്കെ കാണുന്നില്ലേ, സ്വർഗത്തിൽ പോയ പോലെ, അതുപോലെയാണ് ഇവിടുത്തെ ഫീല്. എന്ത് നല്ല രസമാണ്. ഇവിടെ ആൾക്കാരായിട്ട് വരാനും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ചിന്തിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ് ഇത്. ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ, അത്രയും നല്ല സൂപ്പറാണ് ഇവിടെ. ഇനി ഏതായാലും നമുക്ക് ഒരുപാട് കയറാണ്ട്, മല കയറാണ്ട്. ഇവിടെ അധികം ഇരുന്ന ശരിയാവില്ല. ഓക്കെ, ഇത്രയും നേരം നടന്ന പോലെയല്ല, ഇപ്പം വഴിയാകെ മാറിപ്പോയി. ഇപ്പോൾ ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറുന്ന പോലെയുള്ളൊരു വഴിയാണ് ഇത്. പിന്നെ 2 വശത്ത് നല്ല കാടുണ്ട്. അത്യാവശ്യം നല്ല ഉഷാറ് നടക്കാം. ഞാൻ വീണ്ടും ഒരു മണ്ടത്തരം ചെയ്ത് ഗൈസ്. പിന്നെ വെറുതെ മലയിറങ്ങേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. എങ്ങനെ ഈ വഴി തന്നെയാണ് എത്തിപ്പെടേണ്ടത്. ഈ ചെടിയൊക്കെ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് ഇങ്ങോട്ടേക്ക് പോകേണ്ടത്. ഞാൻ വെറുതെ ചുറ്റി വളഞ്ഞ് വീണ്ടും താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് വന്ന് ഇവിടുന്ന് ഒരു ചെറിയ വഴി കാണാതെ ഞാൻ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ വഴി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റ്. ഇനി ഇവിടുന്നാണ് കയറേണ്ടത്. ഇവിടെ അത്യാവശ്യം നല്ല കാടൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് എനിക്ക് കയറണം. ഇവിടെ ചെറിയ ചെറിയ പക്ഷികളുണ്ട്. അതിൻ്റെ ഓരോ അനക്കവും വല്ലാത്തൊരു ശബ്ദമുണ്ട്. ചെറിയ പക്ഷിയാണ്, എന്നാലും അതിൻ്റെ ചിറകടി നല്ല ശബ്ദമുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റിൻ്റെ വീടൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു പണ്ട് കാലത്ത്. അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലെത്തേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ്. ഈ വഴി നോക്ക് ഗൈസ്, എന്തിടിങ്ങിയ വഴിയാണ്. മാത്രമല്ല നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര റിസ്ക് എടുത്ത് വേണം കയറാൻ വേണ്ടിയിട്ട്. യേശു ക്രിസ്തു പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞാണെന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇവിടെ കല്ലും മുള്ളില്ല, ഒരുപാട് കല്ലുണ്ട്. പിന്നെ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് ഇങ്ങോട്ട് വരാനാണ് നിൽക്കണ്ട കേട്ടോ. എന്താ ഇവിടെ നിന്നൊക്കെ സ്ലിപ്പായി താഴെയിട്ടൊക്കെ ഒരു പോക്കാന്ന് ടാവേ. പിന്നെ മനുഷ്യൻ്റെ കാര്യം തീരുമാനമായി. അങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും ഏതാണ്ട് ഒരു ആലക്കോടിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ഈ കല്ല് കാണാൻ പറ്റും. ഈ കാണുന്ന പാറക്കല്ല് കാണാൻ പറ്റും. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തി. ഇനി നടക്കാണ്ട് വ്യൂ നോക്കിയേ, എന്താ അടിപൊളി നോക്കിയേ. ഈ കാണുന്ന പാറക്കല്ലിൻ്റെ അടുത്തെത്തി ഗൈസ്.
എന്ത് വലിയ പാറയെന്ന് ഇത് ഒരു 4 ആളെ ഹൈറ്റ് ഉണ്ടാവും ഇത്. ഇനിയും കയറാനുണ്ട് കുറച്ച് കരിങ്കല്ല ഇവിടെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ദൂരെ നിന്ന് പോലും കാണാൻ പറ്റുന്ന കുരിശ് ഇപ്പോൾ ഞാൻ അടുത്ത് നിന്ന് കാണുകയാണ് ഗൈസ്. എന്താ വ്യൂ എന്നറിയോ? അടുത്തേക്ക് പോകും തോറും ഈ സിനിമയിൽ നായകന്മാരൊക്കെ എൻട്രി ഉണ്ടാവില്ലേ, അതുപോലെ തോന്നുന്നത്. എന്ത് നല്ല വ്യൂ എന്നറിയോ? കാണാൻ എന്താ രസം. സൂപ്പർ. ഈ പാറ നോക്ക് ഗൈസ്, എന്താ അടിപൊളി നോക്കിയേ. എത്ര വലിയ പാറ എന്നറിയോ? ഈ കാണുന്ന പാറേൻ്റെ തൊട്ടടുത്താണ് ഈ കുരിശുള്ളത്. ഈ കുരിശുള്ളത് വലിയൊരു പാറേൻ്റെ മുകളിലാണ്. ആ പാറേൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു ഏണിയുണ്ട്. ഈ പാറേൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടേക്കും വഴികളുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാനുള്ളൊരു വെറുതെ അങ്ങോട്ട് പോകണ്ട, അഥവാ വീണിയേക്ക് നോക്കണ്ട. ഈ കാണുന്ന പാറേൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് ഒറ്റ പാറയല്ല, ഒരുപാട് പാറകൾ കൂടി ചേർന്നതാണ്. ഇതൊക്കെ നോക്കിയേ, നല്ല ഷേപ്പിൽ നല്ല ഡിസൈനിൽ കാണുന്ന ഈ വലിയ പാറേൻ്റെ നടുവിലായിട്ട് ഒരുപാട് പാറകൾ ചുറ്റപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് ഈ കാണുന്ന കുരിശിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ഒരു ഏണിയുണ്ട്. ആ ഏണി കയറിയിട്ടാണ് അവിടേക്ക് എത്തേണ്ടത്. ഈ ഏണി കയറാൻ കുറച്ച് റിസ്ക്കാണ്. ഇത് കയറുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി കയറിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കാണാം. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ ഒരുപാട് നേരത്തെ യാതനകളും വേദനകളൊക്കെ സഹിച്ച് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തി ഗൈസ്. ഈ തിരുനെറ്റിക്കല്ലിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഒറ്റ ഫ്രെയിമിൽ കേരളവും കർണാടകയൊക്കെ കാണാൻ പറ്റും. ആ കാണുന്ന മലനിരകളൊക്കെ കർണാടകയിലെ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് അത്രേ ദൂരമുള്ളൂ, ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ അടുപ്പിച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ നേരെ എതിർവശത്ത് കാണുന്നത് പൈതൽ മലയാണ്. പിന്നെ കൊട്ടത്തലച്ചി മല കാണാൻ പറ്റും, തപോറിൻ്റെ മല കാണാൻ പറ്റും. പക്ഷേ തപോറിൻ്റെ സ്റ്റാച്ചു ഇവിടുന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ മൊത്തം മൂടൽ മഞ്ഞാണ്. ഉച്ച സമയത്തായാലും തന്നെ നല്ല മൂടൽ മഞ്ഞാണ്. എന്താ ഇപ്പം പറയുക, നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല വീശടിക്കുന്നല്ല, നല്ല ഇളം കാറ്റും ഉണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും മലനിരകളാണ് കേട്ടോ. ചുറ്റിലും മലനിരകളാൽ ചുറ്റപ്പെട്ട സ്ഥലം. അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് കാണാൻ നല്ല അടിപൊളിയാണ്. നോക്കിയാൽ ഇപ്പോൾ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കാനായി. ഈ സമയത്താണ് ഒരുപാട് സ്ഥലങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. നേരത്തെ വെയിലടിച്ചതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നില്ല, കോടമഞ്ഞ് മൂടിയതുപോലെ ഉള്ളത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ കാണുന്ന വലിയൊരു പാറേൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്നവർ വളരെയധികം സൂക്ഷിക്കണം. ഈ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് കുഴപ്പമില്ല. ഒരുപാട് ഹൈറ്റിലേക്ക് ജീപ്പൊക്കെ കയറാൻ പറ്റും. പിന്നെ കുറച്ച് നടന്ന് കയറിയാൽ മതി. പക്ഷേ ഈ കാണുന്ന പാറയില്ലേ, ഈ പാറയിലേക്ക് അധികം ആൾക്കാർ കയറാൻ നിൽക്കരുത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാറയത്. സ്ത്രീകളും കുട്ടികളും പിന്നെ ഹൈറ്റ് പേടിയുള്ളവരൊക്കെ കയറാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് വരേണ്ടത്, എന്നാലേ നല്ല രീതിയിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ മാത്രമല്ല ആ കാണുന്ന കോണിയില്ലേ, ആ കോണി യാതൊരു സേഫ്റ്റി ഇല്ല, ഏത് സമയം വേണമെങ്കിലും മറിഞ്ഞു വീഴും. ഇനി ഞാൻ നേരെ താഴേക്ക് ഇറങ്ങിയാണ് ഗൈസ്. അതൊരു വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ താഴേക്ക് ഇറങ്ങിയാണ് ഗൈസ്. അത് വലിയൊരു ടാസ്ക്കാണ്. ഈ കാണുന്ന കോണിയിലൂടെ വേണം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. താഴെ മല ഇറങ്ങിയിട്ട് വേണം ഫുഡും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. വളരെയധികം ദാഹവും വിശപ്പൊക്കെ ഉണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. വിശന്നിട്ടാണ് കണ്ണും കാണുന്നില്ല, ദാഹിച്ചിട്ടാണെങ്കിൽ ഒന്നും വർത്താനം പറയാനും കിട്ടുന്നില്ല. ഇനി താഴെ ഇറങ്ങിയിട്ട് ഫുഡും ഭക്ഷണമൊക്കെ കഴിക്കാം. ഇനി മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബായ്.